എത്ര പേര് ഇതുപോലെ ചിന്തയുള്ള ഒരു അച്ചായൻ, കേരളത്തിലെ അച്ചായനാണ്. പുള്ളിക്ക് ആരും പഠിപ്പിക്കുന്നത് ഇഷ്ടമല്ല, ആരോടും സഹായം ചോദിക്കുന്നത് ഇഷ്ടമല്ല, എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്തയിൽ താൻ തന്റെ വാഹനവുമായി യാത്ര ചെയ്യുമ്പോൾ തന്റെ പുറകിലത്തെ ടയർ പഞ്ചറായി. അത് പഞ്ചറായി കഴിഞ്ഞപ്പോൾ സഹായം ചോദിക്കുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഇതൊട്ട് മാറാനും അറിയത്തില്ല. ഇവിടുത്തെ പോലെ AAA ഇല്ല. താന് തന്റെ ട്രങ്ക് തുറന്നു, തന്റെ സ്റ്റെപ്പിനി ചെയറൊക്കെ എടുത്തു, പരിപാടിയൊക്കെ നോക്കി പുള്ളി ചാക്ക് വെച്ചതിനെ പൊക്കി 4 നെറ്റ് അഴിച്ചു കഴിഞ്ഞിട്ട് ഈ നെറ്റ് വഴിയോരത്തിങ്ങനെ വെച്ചു. എന്നിട്ട് താന് സ്റ്റെപ്പിനി ഇടാൻ നോക്കി കഴിഞ്ഞപ്പോ എങ്ങനെയോ ഈ 4 നെറ്റും നമ്മുടെ നാട്ടിലെ ഓടകൾക്കൊന്നും സ്ലാവില്ല, അതുകൊണ്ട് ഈ 4 നെട്ടും ഈ ഓടയിലേക്ക് അത് ഒഴുകിപ്പോയി. സ്റ്റെപ്പിനി കയ്യിലുണ്ട്, പക്ഷെങ്കിൽ നെറ്റില്ല. അദ്ദേഹത്തിന് ആരോടും സഹായം ചോദിക്കുന്ന ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ സാഹചര്യം അറിയാമല്ലോ. ആരെയും അവിടെ നിൽക്കുന്ന കണ്ട വണ്ടി നിർത്തി നമ്മൾ ചോദിക്കും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ പോരുമ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു. എന്തുണ്ട് അപ്പൊ അതിനെ വന്ന ഒത്തിരി പേര് വന്ന് ചോദിച്ചു, എന്തു പറ്റി? ഇല്ല, ഒന്നും പറ്റില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സഹായം വല്ലതും വേണോ? ഒന്നും വേണം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ താൻ കൺഫ്യൂസ് ആയി. 4 നെട്ടും പോയി. തനിക്ക് അല്പ ദൂരം നടന്നെങ്കിൽ മാത്രമേ നെറ്റ് പോയി മേടിക്കാൻ പറ്റത്തുള്ളൂ. അത് നടക്കാൻ ഇച്ചിരി ദൂരം ഉള്ളത് കൊണ്ട് ആരോട് ലിഫ്റ്റ് ചോദിക്കാനും മതി. അങ്ങനെ ഇരിക്കുമ്പോ അതിലൊരു കൊച്ചു ചെറുക്കൻ നടന്നു, കൊച്ചു പയ്യൻ നടന്നു വന്നപ്പോ കൊച്ചു പയ്യൻ ചോദിച്ചു, ചേട്ടാ എന്തോ പറ്റി? അപ്പൊ പുള്ളിയുടെ മനസ്സിലൊരു ചിന്ത വന്നു, ഇവൻ ഏതായാലും ഒന്നും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല, ഇവനെ കൊണ്ടൊന്നും നടക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഇവനോട് കാര്യം എന്ന് പറഞ്ഞേക്കാം, കാരണം അവന് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ. അവൻ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനിങ്ങനെ ടയർ അഴിച്ച് മാറ്റാൻ നോക്കി കഴിഞ്ഞപ്പോ എന്റെ 4 നെട്ട് ഊരി ഈ ഓടയിൽ പോയി. ഒത്തിരി ദൂരം പോയി വേണം നടന്നു പോയി മേടിക്കാൻ. എനിക്ക് ആരുടെ സഹായം ചോദിക്കുന്നത് ഇഷ്ടവുമല്ല. കൊച്ചി ഇറങ്ങുന്നോണ്ട് ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഈ അച്ചായനോട് പറഞ്ഞു, അച്ചായ അതിനൊരു വഴിയുണ്ടല്ലോ, ബാക്കി 3 ടയറില്ലേ, അതിന് 4 നെട്ട് വീതമില്ലേ, ആ 3-ൽ നിന്നും ഓരോ നെട്ട് അഴിച്ചെടുക്കുക, എന്നിട്ട് ഈ കാറിന്റെ പുറകിലത്തെ ടയറില് ആ 3 നെട്ടിട്ട് ഓടിച്ചു പോയി 4 നെട്ട് മേടിച്ച് 4 ടയറിന് ഇടുക. പുള്ളിക്ക് പെട്ടെന്ന് ഒരു ചിന്ത വന്നു, ആരും സഹായിക്കുമെന്ന് ഒരു സഹായവും ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ആ കൊച്ചു പയ്യൻ അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെക്കാൾ ആരും ശ്രേഷ്ഠനായിട്ടല്ല, കഴിവുണ്ടായിട്ടല്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഒറ്റ കാര്യം കൊണ്ട്, അഭിഷേകത്തിന്റെ തൈലം എന്നെ വീണത് കൊണ്ട് ഇന്ന് പകൽക്കാലം നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചില ദൂതുകൾ എന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ പങ്കുവെച്ചുകൊണ്ടിരുന്ന, കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറഞ്ഞ ചില ആഴ്ചകളായി ഞാൻ മലയാള സർവീസ് വന്നിട്ട് എന്തുവായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നോക്കട്ടെ, ഇതിനെക്കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രാർത്ഥന വിടാമെന്ന് വിചാരിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ പ്രാർത്ഥനയിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ഒരു ദിവസം നാട്ടില് പാസ്റ്റർ പ്രസംഗിക്കുകയായിരുന്നു. പാസ്റ്റർ സാറാ അമ്മച്ചിയുടെ കഥ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് വരിക. 2-3 ആഴ്ചകളൊക്കെ കഴിഞ്ഞു. 2-3 ആഴ്ചകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ദിവസം ഒരമ്മച്ചിക്ക് 5-6 ആഴ്ചയായി സാറ പ്രസവിച്ചിട്ടില്ല ഇതുവരെ. പാസ്റ്റർ പുസ്തകം എടുത്തുകൊണ്ട് നിൽക്കുമ്പോ അമ്മയ്ക്ക് പറഞ്ഞു, പാസ്റ്ററെ കാര്യമൊക്കെ ശരിയാ, ഇന്ന് സാറെ പ്രസവിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകാമോ എന്ന് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥന തീർത്തിട്ട് പോകത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തരുന്നൊന്നിടത്തോളം കാലം അത് കണ്ടിന്യൂ ചെയ്യും. അതിന്റെ പുതിയ തലങ്ങൾ നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. ഇത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞാൻ പരിശുദ്ധാത്മാവെന്ന് പ്രാപിച്ചൊരു പുതിയ ആലോചനയാണ്. അതുകൊണ്ട് നിങ്ങളാരും അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബോറാകത്തില്ല. പ്രാർത്ഥനയുടെ തലങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയുടെ തലങ്ങൾ എത്ര തലങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു? പ്രാർത്ഥനയുടെ തലങ്ങൾ 1, അതിനകത്ത് നമ്മൾ ആർക്കും അറിയാവുന്ന ഒരു തലമാണ്. പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാ? ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ. കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എന്റെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. അതൊരു പ്രാർത്ഥന. ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് കർത്താവേ കാറ് വേണോ, അത് വേണോ, ആവശ്യങ്ങളുടെ തലങ്ങളിലുള്ള പ്രാർത്ഥന.
അത് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത തലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവത്തിന് നന്ദി പറയുന്ന ഒരു തലമുണ്ട്. അതായത് നിങ്ങൾക്ക് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകൾ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഹൃദയം നന്ദിയാലിങ്ങനെ നിറഞ്ഞ് കർത്താവേ അങ്ങേക്ക് സകല മഹത്വവും നന്ദിയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഈ നന്ദി പറയാനുള്ള വിഷയങ്ങളെല്ലാം അങ്ങ് തീരും. പിന്നെ ഇനി നന്ദി പറയാനൊന്നുമില്ല. അത് കഴിയുമ്പോൾ തുടങ്ങുന്നതാണ് അടുത്ത തലം. എന്താണ്? ആരാധനയുടെ തലം. ആ ആരാധനയുടെ തലത്തിൽ ദൈവത്തോട് പറയുന്ന കാര്യങ്ങളാണ്: ദൈവമേ, നീ ഉന്നതൻ, നീ പരിശുദ്ധൻ, നീ നീതിമാൻ, ഹല്ലേലൂയ, നിന്നെ പോലെ ആരുമില്ല, നിന്നേക്കാൾ ശ്രേഷ്ഠൻ ആരുമില്ല. ആ തലങ്ങളിലേക്ക് എത്തപ്പെടാൻ പറയുന്നത് വലിയ ആവശ്യത്തിന്റെ മുഖത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയും: ദൈവമേ, എന്റെ ആവശ്യം വലുതാണെങ്കിലും നീ ഈ ആവശ്യത്തെക്കാൾ വലിയവൻ, ഹല്ലേലൂയ. ഈ തലമാണ് ആരാധനയുടെ തലം, ഹല്ലേലൂയ. അടുത്ത തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അടുത്ത തലം എന്ന് പറയുന്നത് ആദാമിന്റെ ഹവ്വയുടെയും കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അബ്രഹാമിന്റെ കാര്യത്തെ കുറിച്ച് പാസ്റ്റർ ജോയി മലയാള സർവീസിൽ സംസാരിച്ചു. എന്താണ്? ഒരു ദൈവവുമായ ഒരു ഫെലോഷിപ്പിന്റെ തലം എന്ന് പറഞ്ഞാൽ, ആ ഫെലോഷിപ്പിന്റെ തലത്തിൽ ഞാൻ അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന ഒരു തലം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അധികമൊന്നും ചോദിക്കാനില്ല, മേടിക്കാനില്ല, പറയാനില്ല, പക്ഷെ ഒന്നിച്ചിരിക്കുന്ന ഒരു തലം. അതായത് ഒരു ഹാങ് ഔട്ട്, ഫെലോഷിപ്പിന്റെ തലം അടുത്ത തലമാണ്, ഹല്ലേലൂയ. അതിലെ പാസ്റ്റർ ജോയ് അതിനെ കുറിച്ച് പറഞ്ഞു. ഈക്വൽ പൊസിഷനിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കുന്ന ഒരു തലം, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ 3 തലങ്ങളിൽ കിടക്കുക. ഏത് തലങ്ങളിലാ? ആവശ്യങ്ങള്, സ്തുതിയ്, ദൈവത്തിന് നന്ദി പറയുന്ന തലങ്ങളിൽ. എന്നാൽ ആ തലത്തിൽ നിന്ന് ദൈവവുമായി എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത വരുമ്പോ എനിക്ക് ആവശ്യം പറയാനല്ല, ദൈവത്തെ ആരാധിക്കാനല്ല, അല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എനിക്ക് ഇരിക്കണം. അവന്റെ സന്നിധാനത്തിൽ ഒന്ന് ദൈവത്തോട് ചേർന്ന് ഒന്നിരിക്കണം, ആ സാന്നിധ്യത്തിൽ ഒന്നിരിക്കണം എന്നുള്ള തലത്തിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇനിയും ഇന്ന് ഉദ്ഘാടന ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോയത് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യതകളെ കുറിച്ച്, ഈ പ്രാർത്ഥനയിൽ നാം അവഗണിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ എന്റെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ കൊണ്ടുവന്നു തന്നു. ആ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുക. അതിനൊരു ഉദാഹരണമായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, പക്ഷെ നിങ്ങൾ ചിന്തിക്കാത്തൊരു തലമായത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായി നാം എന്ത് ചെയ്യുകയാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങള്, വേറൊരു തലമെന്ന് പറയുന്ന ദൈവം. അപ്പൊ ഈ ദൈവവും നിങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഈ പ്രാക്ടിക്കൽ വേ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ആ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് മനസ്സിലാക്കി തരാം. ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. സിമ്പിളാ. ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും ഫോൺ കോളിലൂടെ നടക്കുന്നത്. ഒരു ഫോൺ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. അത് ഇന്ന് പകൽക്കാലം ഞാൻ ആ പ്രോസസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഒരാളെ ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണത്തിന് എനിക്കിപ്പോ കിരണെ ഒന്ന് വിളിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ ആദ്യം എന്തുണ്ടാകണം? ഒരാഗ്രഹം ഉണ്ടാകണം. കിരണോട് എനിക്കൊന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ കിരൺ എന്നോട് പറഞ്ഞിരിക്കണം, പാസ്റ്ററെ ഇന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കണം. ഈ 2 കാര്യങ്ങൾ അതിന് മുമ്പായി നടന്നിരിക്കണം. ഒന്നിൽ എനിക്കൊരാഗ്രഹം, അല്ലെങ്കിൽ എന്നോടൊരു കൽപ്പന. ഇത് 2 ഉണ്ടായിരിക്കണം. ഇന്ന് പൽക്കാലം ഓർത്ത് നോക്കി. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് ഒന്നുകിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്നുകിൽ മോശയോട് ദൈവം പറഞ്ഞു, നീ ഹോരേബ് പർവ്വതത്തിലേക്ക് കയറി വരിക. അതൊരു കൽപ്പനയായിരുന്നു. അത് പ്രമാണിച്ച് മോശ പർവ്വതത്തിലേക്ക് കയറി വന്നു. നിങ്ങൾ ഓർക്ക് നോക്കുന്നുണ്ടോ? ഇനി അല്ലെങ്കിൽ മോശയ്ക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം, എനിക്ക് ദൈവത്തോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം പർവ്വതത്തിലേക്ക് കയറി പോകും, ദൈവത്തിന്റെ സാന്നിധ്യം. അപ്പൊ ആ ദൈവവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു വാഞ്ച ഉണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞു ഇന്ന് എന്നോട് പ്രാർത്ഥിക്കണം, ഇപ്പൊ എന്നോട് ഇരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ ദൈവം. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ട കാര്യം. ഇനി അത് മാത്രം മതിയോ? എനിക്ക് കിരണെ ഒന്ന് വിളിക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് തപ്പണം? ഒരു ടെലിഫോൺ എനിക്ക് തപ്പിയെടുക്കണം. ഒന്നിൽ ഒരു ലാൻഡ് ഫോണിന്റെ അടുത്തേക്ക് ഞാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ ഈ സെൽഫോൺ തപ്പിയെടുത്ത് ഇത് കൊണ്ടുവരണം. ഇത് തപ്പിയെടുത്താൽ മാത്രം മതിയോ? ഇത് കൈ കിട്ടിയുകൊണ്ട് എനിക്ക് കിരണോട് സംസാരിക്കാൻ പറ്റുമോ?
ഈ ഫോൺ എന്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം എനിക്കൊരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഫോൺ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഫോണിലൊക്കെ 300-400 കോൺടാക്ട്സുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. 300-400 കോൺടാക്ട്സ് നിങ്ങളുടെ ഫോണുകളിൽ കാണും. എന്നാൽ എനിക്കൊരു വ്യക്തിയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ആദ്യം കോൺടാക്ട് ലിസ്റ്റിൽ പോകണം. ഒരു സെർച്ചിങ്, അതിന്റെ അവസാനത്തെ കാര്യം ഒരു സെർച്ചിങ് നടക്കണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അനേക മണ്ഡലങ്ങളിൽ നിങ്ങൾ കാണാത്ത മണ്ഡലങ്ങളുണ്ട്, നിങ്ങൾ അറിയാത്ത സ്പിരിച്വൽ റെലംസ് ഉണ്ട്. അതായത് കൊച്ചു കൊച്ചു ദൈവങ്ങളുണ്ട്, കൊച്ചു കൊച്ചു പവറുകളുണ്ട്, പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിലാണ് നിങ്ങൾ സകലത്തെ സൃഷ്ടിച്ച സ്വയംഭൂവായ ഒരു ദൈവവുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഒരു ഫോൺ കോളിന് നിങ്ങൾക്ക് സെർച്ചിങ് ആവശ്യമാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സെർച്ചിങ് ആവശ്യമാണെന്ന്? ദൈവവുമായി കണക്ഷന് ഒരു സെർച്ചിങ് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഫോൺ എടുത്തിട്ട് ഞാൻ കിരണിന്റെ നമ്പർ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാനിപ്പോ കിരണിനെ വിളിക്കുക. അതുകൊണ്ട് ഞാൻ സംസാരിച്ചെന്നായോ? ഞാൻ കിരണിനെ ഡയൽ ചെയ്തു, ഞാൻ കിരണിനെ വിളിക്കുക. ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തു. ഇപ്പോഴാണ് ഞാൻ കണക്ട് ചെയ്തത്. എപ്പോഴാണ് കണക്ട് ചെയ്തത്? എന്തെല്ലാം പ്രോസസ് അതിനു മുമ്പുണ്ടായിരുന്നു. എന്റെ ഉള്ളിലൊരു വാഞ്ച ഉണ്ടായിരുന്നു. ഞാൻ തപ്പിയെടുത്ത് ഫോൺ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനകത്തുനിന്ന് ഞാൻ കിരണിന്റെ നമ്പർ, ഇനി കിരൺ ഒരു പ്രത്യേക നമ്പറുണ്ട്. കിരൺ എല്ലാവരുടെയും നമ്പർ അല്ല ഉള്ളത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവരുടെയും സെൽഫോണിന് ഒരേ നമ്പർ അല്ല. ഓരോരുത്തർക്കും ഓരോ നമ്പറുണ്ട്. ഹല്ലേലൂയ. ഓരോ പോർട്ടൽ. ഞാനിതിനെ വിളിക്കുന്നതാണ് പോർട്ടൽസ് എന്ന് പറയും. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ there is a portal open. ഒരു പോർട്ടൽസ് നമുക്ക് ഓപ്പൺ ആയി വരും. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. പോർട്ടൽസ് എന്താണെന്നും ഈ പോർട്ടൽസിലൂടെ എങ്ങനെ ദൈവ സാന്നിധ്യത്തെ ടാപ്പ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ചെയ്യുന്ന രീതികൾ ഞാൻ പറഞ്ഞു തരാം. എന്നെ കഴിയുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇത് ഇഫക്റ്റീവായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. നിങ്ങൾക്കൊരു വാഞ്ച, അല്ലെങ്കിൽ നിങ്ങൾ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകണം. എന്നിട്ട് ദൈവസന്നിധി പോയിരിക്കണം. ദൈവസന്നിധി പോയി ഇരുന്നിട്ട് സെർച്ചിങ് ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, മോശയെ ദൈവം ഹോരേബ് പർവ്വതത്തിലേക്ക് വിളിച്ചു. മോശയോട് പറഞ്ഞു, നീ കയറി വരുക, നിനക്ക് ഞാൻ കൽപ്പനകൾ തരാമെന്ന് മോശയോട് പറഞ്ഞു. എന്നിട്ട് മോശ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു നിമിഷം അങ്ങോട്ടൊന്ന് വായിക്കാട്ടെ. പുറപ്പാട് പുസ്തകം പുറപ്പാട് 24:16. യഹോവയുടെ തേജസ്സും സീനായ് പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസത്തിൽ മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. നോക്കിക്കേ, മോശ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പർവ്വതത്തിന്റെ മുകളിലുണ്ട്. മോശ ചെന്നപ്പോഴേ മേഘം അവിടെ ഇറങ്ങി. പക്ഷേ 6 ദിവസം മോശ എന്താ ചെയ്തെന്ന് അറിയാമോ? He was searching and tuning to listen to the presence of God, to the voice of God. ദൈവ സാന്നിധ്യവും ദൈവശബ്ദം കേൾക്കുവാൻ മോശ 6 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. എത്ര ദിവസം ഇരുന്നു? 6 ദിവസം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ താൻ കാത്തിരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകാലം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ദൈവവുമായി കണക്ട് ചെയ്യാൻ ഫെയിൽ ആകുന്നു. ഹല്ലേലൂയ. എന്തുവാണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനകൾ മിക്കവാറും ഒക്കെ ഒരു ദൈനംദിന കാര്യമായി തീരുന്നു. രാവിലെ പോകുന്നതിന് മുമ്പ് കണക്ട് ചെയ്യാനൊന്നും സമയമില്ല, സെർച്ച് ചെയ്യാനൊന്നും സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അതിനെ അല്ല ഇഫക്റ്റീവ് പ്രയർ എന്ന് വിളിക്കുന്നത്. ഇഫക്റ്റീവ് പ്രയർ എപ്പോഴാകുന്നെന്ന് അറിയാമോ? ഇത് പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവവുമായി കണക്ട് ചെയ്തോന്ന് എങ്ങനെ അറിയാമെന്ന് അറിയാമോ? മറ്റേതൊക്കെ ജൽപ്പനങ്ങൾ. അതുകൊണ്ട് ജൽപ്പനങ്ങളെ കുറിച്ച് പറയുന്നത് ഇത് ജൽപ്പനങ്ങളായി മാത്രം മാറുന്നു. നമ്മുടെ പ്രാർത്ഥനകളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകളെ എത്ര പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി കണ്ടുമുട്ടി, അതൊന്ന് ദൈവത്തിന്റെ ആത്മാവുമായി ഒന്ന് കണക്ട് ചെയ്തു എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഹല്ലേലൂയ. എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? അതാണ് പ്രാർത്ഥനകളുടെ ഇഫക്റ്റീവ്നെസിനെ കുറയ്ക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ പരാജിതങ്ങളായി തീരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഫലമില്ലാതായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ
ഇതിനു മുമ്പ് ഇതൊരു സാധാരണ പ്രക്രിയയല്ല. പ്രാർത്ഥനയെ നിങ്ങൾ ലഘൂകരിക്കരുത്. പ്രാർത്ഥനയുടെ പ്രാധാന്യത ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഭയങ്കര പ്രാധാന്യതയുള്ളത്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആക്ട്. ഇത് മാത്രമേ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. വേറെ ഒന്നും കൊണ്ട് ചെയ്തുകൊണ്ട് പ്രയോജനം. 4 നേരം മൃഷ്ടാന ഭോജനം കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കൊളസ്ട്രോളും ഡയബറ്റീസും വർദ്ധിക്കുമെന്നല്ലാതെ വേറൊരു പ്രയോജനമില്ല. എന്നാൽ 4 നേരം ദൈവസന്നിധിയിൽ ഒന്ന് പോയി നിന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, നിത്യതയിൽ നിനക്ക് വല്ലതും ലഭിക്കും. ഹല്ലേലൂയ, നീ നിത്യതയുടെ ഭാഗമായി തീരും. ദൈവം നിന്നെ ഈ ദേശത്ത് ഉപയോഗിക്കും. ഇത് കേൾക്കാൻ നോക്കിക്കോണേ. ഈ പ്രാർത്ഥനയിൽ ഇവിടെ ചെന്ന് ഡയൽ ചെയ്തു. ഇതിന് എനിക്കറിയത്തില്ല, പാസ്റ്റർ ഈ പ്രാർത്ഥിക്കുമ്പോ ചില ദിവസം നമ്മൾ കടന്നു വന്നിട്ട് ഒരു പറയും, എന്തോ പറയുന്നത്, ഒരു നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? നിങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം. എന്റെ ആ റലത്തിലും എന്റെ ആ ഫ്രണ്ട്ഷിപ്പിലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയും, നല്ല ദൈവിക സാന്നിധ്യമായിരുന്നു. I felt the presence of God. Hallelujah. എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷം, പ്രാർത്ഥനയുടെ അന്തരീക്ഷം പലരും അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്തോ അന്തരീക്ഷം എന്ന് അറിയാമോ? ഈ പ്രാർത്ഥനയുടെ അന്തരീക്ഷം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ഈ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നത്തില്ല. ഹല്ലേലൂയ. അതാണ് വ്യത്യാസം. എത്ര പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്താൻ കഴിയാതെ ഇരുന്നു പോയിട്ടുണ്ട്? ഇല്ലെങ്കിൽ പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. കണക്ട് ചെയ്തിട്ടില്ല. ജൽപ്പനങ്ങളായി വാക്കുകൾ നിൽക്കുന്നു. ഹല്ലേലൂയ. വെറും ജൽപ്പനങ്ങളായി അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇത് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ കണക്ട് ചെയ്ത പ്രാർത്ഥനയിൽ നീ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഹല്ലേലൂയ. എന്തോ അനുഭവിക്കുന്ന ആദ്യം വരുന്ന എന്താണെന്നറിയാമോ? കണക്ട് ചെയ്തോന്നറിയുന്നെങ്കിൽ വളരെ പ്രയാസത്തോടെ ചെന്നത്. നെഞ്ചിനകത്തൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാര്യങ്ങളോർത്ത് എങ്ങനെ പോകും, എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും, എന്റെ ജീവിതം എന്തായിത്തീരും. പക്ഷെങ്കിൽ ഈ ദൈവവുമായി കണക്ട് ചെയ്ത പ്രാർത്ഥനയിൽ the moment you touch the presence of God, ദൈവത്തിന്റെ സാന്നിധ്യത്തെ തൊടുന്ന നിമിഷത്തിൽ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത, പകർന്നു തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ അനുഭവിക്കും. അപ്പൊ മനസ്സിലാക്കിക്കോണം, ഇത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. Praise the Lord. Hallelujah. എന്താ സെർച്ചിങ് ഔട്ട് ഫോർ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇനിയും ഇത് ഈസിയുള്ള പരിപാടിയല്ല. ഈ സെർച്ചിങ് ഔട്ട് അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. ഹല്ലേലൂയ. നിങ്ങള് എന്റെ അനുഭവങ്ങൾ പറയും, നിങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ല. ചില ദിവസങ്ങളിൽ ചെന്നങ്ങോട്ട് നിന്നാ മതി, ആ സാന്നിധ്യത്തെ ടച്ച് ചെയ്യാൻ പറ്റും. I know immediately I felt the presence. Hallelujah. എന്നാൽ ചില ദിവസങ്ങളിൽ മണിക്കൂറുകൾ ചിലപ്പോൾ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇരുന്നെങ്കിൽ മാത്രമേ ഇതിനെ ടച്ച് ചെയ്യാവൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദൈവം ഒരു പക്ഷപാതക്കാരനാണ്, അല്ലെങ്കിൽ ദൈവം നീതിമാനല്ല. കാരണം ഇന്നലെ ഞാൻ അങ്ങോട്ട് ചെന്നിരുന്നപ്പോഴേ എനിക്ക് ആ പ്രസൻസ് കിട്ടി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ എനിക്ക് ആ പ്രസൻസ് കിട്ടുന്നില്ല. അതിന്റെ ചില കാരണങ്ങൾ ഞാൻ പറയാം. ഹല്ലേലൂയ. ഒന്ന്, ദൈവം ഒരിക്കലും ഒരു ശബ്ദകോലാഹലത്തിൽ സംസാരിക്കുന്ന ദൈവമല്ല. നിങ്ങളുടെ ഹൃദയം ആകുല ചിന്തകളാൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സ് അനേക ചിന്തകളാൽ വ്യാകുലപ്പെട്ട് മറ്റു പല ശബ്ദങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. 2, ദൈവം ഒരിക്കലും ഒരു ഗ്രൂപ്പിനോടല്ല സംസാരിക്കുന്നത്. ദൈവം എപ്പോഴും വ്യക്തികളോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഏകാന്തതകളുടെ സമയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല കാര്യം. ചുമ്മാതല്ല, നമ്മുടെ അരുമനാഥനായ യേശു പ്രാർത്ഥിക്കാനായി തെരഞ്ഞെടുത്ത സമയം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഹല്ലേലൂയ. നമുക്കത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തൊരു അസൂയ എന്നറിയാമോ? ഞാൻ അങ്ങോട്ട് കിടന്ന് ഉടനെ നല്ല കൂർക്കം വലിക്കും. അതിനൊരു ഭയങ്കര അസൂയ. ചായച്ചാൻ അങ്ങോട്ട് കിടന്നാ മതി, ഉടനെ കൂർക്കം വലിക്കും. പക്ഷെ കൂർക്കം വലി കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചില ദിവസങ്ങളിൽ തട്ടി ഉണർത്തി അത് പ്രാർത്ഥിക്കുന്ന ആരും കാണില്ല. യേശു തെരഞ്ഞെടുത്തത് ഏകാന്തതയുടെ സമയങ്ങളാണ്. എല്ലാവരും ഉറങ്ങുമ്പോൾ താൻ വേറിട്ട് പോയി ഒരു സ്ഥലത്തിരുന്ന് പിതാവുമായി ബന്ധപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവ സാന്നിധ്യത്തെ ടാപ്പ് ചെയ്യുന്നുണ്ടോ?
അത് ജൽപ്പനങ്ങളായി നിൽക്കുന്നു. അത് ജീവിതത്തെ മുഴുവൻ ഗ്രഹിക്കും. അതിങ്ങനെ വന്ന് ആവഹിച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആളുടെ മാറിയവനെ പോലെ ആയിത്തീരും. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ആസാഫ് അതാ ചെയ്തത്. ആസാഫിന്റെ ആദ്യത്തെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കാട്ടും പതറ്റിക്കാം, അല്ലേ? ഹല്ലേലൂയ. നമ്മളെക്കാട്ടും പതറ്റിക്കാം. ഹല്ലേലൂയ. അവന് പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ the moment he tapped the presence of God, അവന്റെ ചിന്താഗതികൾ മാറി, അവന്റെ കാഴ്ചപ്പാടുകൾ മാറി, അവന്റെ എല്ലാ വ്യത്യാസങ്ങളും, അവന്റെ ജീവിതം തന്നെ ഈ പറഞ്ഞ ആസാഫാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് പോലെ ചിന്തിച്ചു പോകും. അവന്റെ വാക്കുകളുടെ ഘടനകൾക്ക് തന്നെ മാറ്റം സംഭവിച്ചു. ഇന്ന് പകൽക്കാലം you should have a prayer life that taps from the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. ഇതിന് സമയം വേണം. ഇത് എളുപ്പത്തിൽ കർത്താവെ ചെന്നിരുന്ന് മുട്ടുകുത്തി എഴുന്നേറ്റ് പോകുന്ന പരിപാടിയല്ല. ഇറ്റ് കോസ്റ്റ് യു സംതിങ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം പാസ്റ്റേഴ്സ് കോർണറിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അതിന്റെ വില എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, അതിന്റെ സമ്മാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അത് നിത്യജീവൻ തന്നെയാണ്. ഹല്ലേലൂയ. ജീവൻ കൊടുക്കാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി എനിക്ക് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തട്ടിപ്പ് പരിപാടി കൊണ്ട് അക്കരെ എത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് കോസ്റ്റ് യു സംതിങ്. ഹല്ലേലൂയ. എടുത്തു നോക്കിക്കാതെ. ഹല്ലേലൂയ. യേശുവിന് തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് തന്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ പിതാക്കന്മാർ എത്ര പേര് തങ്ങളുടെ ജീവിതം തന്നെ ഈ നാമത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരിക്കലും പൊത്തുവരുന്നതോടെ ചുമ്മാ കടന്നു വന്നിട്ട് പ്രാർത്ഥിച്ചു പോകാമെന്ന് കരുതിയാൽ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ ഒരു വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ I will tap the presence of God എന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കും? അതിന് സെർച്ചിങ് ആവശ്യമാണ്. ഇന്ന് നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന ഒന്നും നോവൽറ്റിയല്ല, പുതിയതൊന്നും ഈ ഭൂമിയിലില്ല. അന്ന് ദൈവം സൃഷ്ടിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാരും പറയും പാവം പെരുകിയെന്ന്. പാവം പെരുകാന്ന് പറഞ്ഞാൽ പുതിയ പാവമൊന്നും വന്നിട്ടില്ല, പഴയ പാവം തന്നെ ഉള്ളൂ. പാവത്തിന്റെ നമ്പറുകൾ വർദ്ധിച്ചു. ഹല്ലേലൂയ. പെരുകിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഒക്യുറൻസ് ഒത്തിരി വർദ്ധിച്ചെന്നല്ലാതെ പാപം പുതിയൊന്നുമില്ല, പഴയ പാവം തന്നെ ഉള്ളൂ. ആദാമിന്റെ കാലത്തുണ്ടായിരുന്ന പാവം തന്നെ ഇന്നും ഉള്ളൂ. അതിൽ കൂടുതൽ പാവങ്ങളൊന്നുമില്ല. ഇനി നോക്കിക്കോ, ഏത് കാര്യം എടുത്താലും പുതുമയൊന്നുമില്ല, എല്ലാം പഴയത് തന്നെയാണ്. ഹല്ലേലൂയ. ഫാഷനുകൾ എടുത്ത് നോക്കിക്കേ. ഒരു കാലത്ത് മുടി നീട്ടിയത് ഫാഷൻ, ഒരു കാലത്ത് അത് കുറച്ച് ചെരച്ചത് ഫാഷൻ, എല്ലാം ഇത് തന്നെ, പഴയത് തന്നെ, പുതിയത് വേറൊരു കലത്തിലിട്ട് വേറൊരു പാക്കറ്റിലിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവസന്നിധി അങ്ങനല്ല. ദൈവസന്നിധിയിൽ എന്നും പുതുമയുള്ളതാ. ഹല്ലേലൂയ. അവന്റെ കൃപകൾ പുതിയതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിക്ക് എന്നും അത് ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. The world is static but the presence of God is dynamic. ഹല്ലേലൂയ. ഇത് മൂവിംഗ്, ഇത് ചലിക്കുന്നതാ. അതുകൊണ്ടാണ് ഇന്ന് നീ കണ്ടിടത്ത് നാളെ ചെല്ലുമ്പോൾ ദൈവസാന്നിധ്യം കാണാത്തത്. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് നീ ദൈവത്തെ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം നിന്നെ ദൈവത്തിന്റെ ആ ഹിതത്തിന്റെ അന്തരംഗത്തിലേക്ക് അകത്തേക്ക് കൊണ്ടുവരണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് നീ ഇന്ന് കണ്ടിടത്ത് ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നാളെ കാണാത്തത്. ഹല്ലേലൂയ. God wants you to search and find Him. അതുകൊണ്ട് പ്രാർത്ഥനകൾ കുറയുകയല്ല ചെയ്യുന്നത്, പ്രാർത്ഥനകൾ വർദ്ധിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പറയുന്ന ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ വാല്യൂ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നിങ്ങൾ കൊണ്ടു പെട്ടെന്ന് സമയം പോയി മുമ്പ്. വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാഴ്ച യോഹന്നാനെ പരിശുദ്ധാത്മാവ് കാണിച്ചു. സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാഴ്ച, 7 മുദ്രകളുള്ള ഒരു പുസ്തകം പുറത്തു കൊണ്ടുവന്നു. ഇത് പൊട്ടിപ്പാൻ യോഗ്യൻ ആരെയും കണ്ടില്ല. ഇത് പൊട്ടിപ്പാനായി ആരെയും കണ്ടില്ല. അങ്ങനെ യോഹന്നാൻ കരയുമ്പോൾ മൂപ്പന്മാർ ഒരുവൻ വിളിച്ചു പറഞ്ഞു, ഒരുവൻ യോഗ്യനായിട്ടുണ്ട്. ഇതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പോ
ഈ പുസ്തകം തുറക്കുന്ന സമയത്ത് തുറക്കാൻ വന്നിരിക്കുമ്പോ 8-ാം വാക്യത്തിൽ ഇപ്രകാരം പാടുന്നു, ഈ പുസ്തകം കുഞ്ഞാട് വാങ്ങിയപ്പോ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. സ്വർഗത്തിൽ അന്ത്യകാലത്ത് നടക്കുന്ന ദർശനത്തെ, ആ കാര്യങ്ങളെ യോഹന്നാന് കാണിച്ചു കൊടുക്കുമ്പോ അതിൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യത സഭയ്ക്ക് മനസ്സിലാക്കണം. ഈ വെളിപ്പാട്, ഈ പുസ്തകം കുഞ്ഞാടിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോ നീ യോഗ്യൻ, നീ യോഗ്യൻ എന്നൊക്കെ അവരെല്ലാം പറയുന്നുണ്ട്. അവിടെ 24 മൂപ്പന്മാരും ജീവികളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നോക്കിക്കേ, അതിനകത്ത് അത് പോരായിരുന്നു. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. അവന് യോഗ്യനെന്ന് പറഞ്ഞ മാത്രമല്ല അവനെ യോഗ്യനാക്കി തീർത്തത്, അത് തുറക്കാനായിട്ട് അവൻ തുനിഞ്ഞത് അതുകൊണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ ഇവർ സമർപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു കലശം. ഹല്ലേലൂയ. ഈ കലശം എന്തിന്റെ കലശമാണെന്നറിയാമോ? എന്താ എഴുതിയേക്കുന്നത് അവിടെ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ കലശം കൂടെ ഈ സമയത്ത് ഈ 4 ജീവികൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇനി ഈ കലശത്തിൽ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഈ കലശത്തിൽ എന്തോ കലശമാണ്? ഈ കലശത്തിൽ ഉണ്ടായിരുന്നോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഏത് പ്രാർത്ഥന? വിശുദ്ധന്മാരുടെ. കർത്താവേ, എനിക്ക് 4 കാർ തരണേ, നല്ല വീട് തരണേ, കർത്താവേ എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, അവന് വിദ്യാഭ്യാസം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണോ ഈ കലശത്തിലുള്ളത്? അല്ലല്ല. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? ആരും യോഗ്യനല്ലാതിരിക്കുമ്പോൾ യോഗ്യനായ ഒരുവനെ കണ്ടെത്തിയിട്ട് അവന്റെ സന്നിധി, അവന്റെ കയ്യിലേക്ക് പുസ്തകം കൊടുക്കുമ്പോൾ സ്വർഗത്തിലുള്ള സകലരും ഒന്നിച്ച് പറയുക, നീ യോഗ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തോ കൊടുക്കുന്ന അറിയാമോ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അടങ്ങിയ ഒരു കലശം. ഈ കലശത്തിലെ പ്രാർത്ഥന ഞാൻ മുമ്പേ പറഞ്ഞ പ്രാർത്ഥനകളല്ല. എങ്ങനെയാണെന്നറിയാമോ? ഈ ഏത് പ്രാർത്ഥനകളാണ് ഇതിനകത്തെന്ന് അറിയാമോ? നീ ഇവിടെ ഇരുന്ന് പറയും ഹല്ലേലൂയ. എന്തോ ചിലപ്പോ ആവശ്യത്തിന് പോലെ ഇരിക്കുന്നത്, കർത്താവേ എന്റെ ഈ ആവശ്യം നടത്തണമേ. കുറെ നേരം അവിടെ കഴിഞ്ഞപ്പോ യു ടാപ്ഡ് ഇൻടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ നിന്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു. തരണമേ എന്നുള്ള പ്രാർത്ഥന മാറിയിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? കർത്താവേ, ഈ പ്രശ്നത്തിലും നീ യോഗ്യ, നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവശ്യത്തിന്റെ മുഖത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും നീ യോഗ്യനെന്ന് വരുമ്പോൾ, നിനക്കതിന് കഴിയുമെന്ന് പറയുമ്പോൾ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയടങ്ങിയ കലശത്തിൽ എന്റെയും നിങ്ങളുടെ ഈ ശബ്ദം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്? നിങ്ങൾ ദൈവഗീത പ്രകാരം ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് കേട്ടോ? അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു ദിവസം കലശം പൊട്ടിക്കുമ്പോ എന്റെ ശബ്ദം അതിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. എത്ര പേരുടെ ശബ്ദം അതിൽ നിന്ന് പുറത്തു വരും? എത്ര പേരുടെ വാക്കുകൾ ശബ്ദം, നിങ്ങളുടെ സ്വന്തം ശബ്ദം? എത്ര പേരുടെ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിലും ഇവിടെ പെരിസ്കോപ്പിലും ഇവിടൊക്കെ ശബ്ദം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ സ്വർഗത്തിൽ നിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് പ്രാർത്ഥനയുടെ കലശത്തിലോ. മനസ്സിലായോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ കലശത്തിൽ മാത്രമേ എന്റെയും നിങ്ങളുടെ ഈ ശബ്ദം സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നു മുതൽ പ്രാർത്ഥനകൾ മാറ്റണം. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് തരണമേ നല്ല പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ഈ ആവശ്യത്തിന് നീ മതിയായവേ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, സകല സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് ഈ ഹോളിൽ ഇരുന്ന്, ഈ ആലയത്തിൽ ഇരുന്ന് നീ യോഗ്യനെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞാട്ട് എന്നോട് ചേർന്ന്, യേശുവേ നീ യോഗ്യനെന്ന് നിങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കട്ടെ, റെക്കോർഡ് ചെയ്യട്ടെ, പ്രാർത്ഥനയുടെ കലശത്തിൽ അത് ഇരിക്കട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സ്വർഗത്തിന്റെ അവന്റെ കുഞ്ഞാട് ആ പുസ്തകം, മുദ്രയുള്ള പുസ്തകം അവന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിൽ എന്റെ ശബ്ദം മുഴങ്ങി കേൾക്കട്ടെ. കുഞ്ഞാടേ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ പ്രാർത്ഥനയുടെ പ്രാധാന്യം? നീ യോഗ്യനെന്ന്, ദൈവത്തെ യോഗ്യനെന്ന് കാണേണ്ടതിന്റെ പ്രാർത്ഥന
അതിന്റെ ഇമ്പോർട്ടൻസ് നീ കണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നീ ഇത്രയും നാൾ ചെയ്തില്ല എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ വെക്കത്തില്ല. കാരണം യോഗ്യൻ എന്നുള്ള പ്രാർത്ഥനയാ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഇമ്പോർട്ടൻസ് പ്രാർത്ഥനയുടെ. വളരെ പ്രാധാന്യതയുള്ളതാ പ്രാർത്ഥന. വെറുതെ ഉള്ളതല്ല. പ്രാർത്ഥനാ യോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങൾ സഭായോഗം മുടക്കിയാലും പ്രാർത്ഥനാ യോഗം മുടക്കരുത്. ഉപവാസ പ്രാർത്ഥന മുടക്കരുത്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ മുടക്കിയാൽ പ്രാർത്ഥിക്കാനുള്ള സമയം നിങ്ങൾ മുടക്കരുത്. ഇനിയും ഈ പ്രാർത്ഥനയിൽ അധികാര കൈമാറ്റം നടക്കും. When you tap into the presence of God, then and then only the authority will be transferred. ദൈവ സാന്നിധ്യത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ അധികാര കൈമാറ്റം ഉണ്ടാകത്തുള്ളൂ. അതൊരു എൻകൗണ്ടറിൽ ഉണ്ടാകുക. ചുമ്മാ ഉള്ള പ്രാർത്ഥന, കർത്താവേ എന്റെ മേൽ അഭിഷേക തൈലം വരണമെന്ന് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാതെ, കണക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും പ്രയോജനമില്ല. വെയിറ്റ് until you connect with God. ഇവിടെ രസകരമായ രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചത്. ഈ വെളിപ്പാട് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ വാവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടത്. ഇതാണ് ഞാൻ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങളെ കൊണ്ടുപോകണം. അധികാര കൈമാറ്റത്തെ കുറിച്ച്, പ്രാർത്ഥനയിൽ നടക്കുന്ന അധികാര കൈമാറ്റം. 1-ാം വാക്യത്തിൽ യഹോവ മോശയോട് അരുളി ചെയ്യുന്ന ഒരു വാക്ക്. സത്യത്തിൽ ഈ വാക്ക് ഒരു അശ്വരീരി പോലെ എന്റെ ചങ്കിലേക്ക് വന്നു, എന്റെ ഹൃദയത്തിലേക്ക് അടിച്ചപ്പോ ഞാൻ അവളോട് ഇരുന്നിട്ട് പറഞ്ഞു വാവ്. പിന്നെ കുറെ നേരം ഞാൻ വാവ് വാവ് പറഞ്ഞു. കാരണം അത്രയ്ക്ക് വലിയ പ്രൊഫൗണ്ട് ഒരു പ്രൊഫസി ആയിരുന്നത് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. എല്ലാവരും ഇവിടെ എത്തിയോ? 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. ഇത് ഹേഴ്സി എന്ന് അങ്ങനെ പറഞ്ഞ അത് ഹേഴ്സിയായി ദുരുപദേശമായി ഒരുപക്ഷെ പലരും ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതായതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഫറവോനെ മോശയെ ഫറവോന്റെ ദൈവമാക്കി വെച്ചിരിക്കുക. ഇത് എപ്പോഴാ പറഞ്ഞെന്നറിയാമോ? ഈ എൻകൗണ്ടർ ഒക്കെ കഴിഞ്ഞു. അവന് മുൾപ്പടപ്പിൽ വെച്ച് സകലതും ദൈവം പറഞ്ഞു. എന്നിട്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നീ പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മോശയുടെ എക്സ്ക്യൂസ് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊന്നും പറയാൻ പറ്റും. ദൈവം പറഞ്ഞു നീ പറയുക മാത്രം ചെയ്താൽ മതി. അപ്പൊ മോശ പിന്നെയും പറഞ്ഞു, 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ നോട്ട് എലക്വന്റ്, എനിക്ക് അങ്ങനെ നന്നായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. വ്യാകരണവും സാഹിത്യവും ഒന്നും എന്റെ വാക്കുകൾക്കില്ല. ഒന്നാമത് വിൽക്കണം, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ 7-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറയാം, മോശ നീ നോക്ക്, നീ എന്നെ നോക്ക്. എന്നിട്ട് മോശ എൻകറേജ് ചെയ്യാം. മോശയോട് പറയാ, നിന്നെ ഞാൻ ഫറവോന്റെ ദൈവമാക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്റെ അർത്ഥം നിങ്ങൾ നോക്കിയാല് ഭയങ്കര ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു മീനിങ് അതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഫറവോൻ ആരാ? ഈജിപ്തിന്റെ രാജാവ്. ഫറവോൻ എന്തെല്ലാം ഉണ്ട്? ഫറവോന് രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, കുതിരച്ചേവകരുണ്ട്, നന്നായി അഭ്യസിച്ച അനേക പട്ടാളക്കാർ അവന്റെ കൂടെയുണ്ട്. അവന് രാജകൊട്ടാരമുണ്ട്, അവന് ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്, അവന് കപ്പ് കൊടുക്കാൻ പാനപാത്രവാഹകനുണ്ട്, അപ്പക്കാരനുണ്ട്. അവനില്ലാത്ത ചുറ്റുപാടികളൊന്നുമില്ല. സ്വന്തമായിട്ട് എയർഫോഴ്സ് കൊണ്ട് സകലതും കൊണ്ട് നടക്കുന്ന അവന്റെ മുമ്പില് മോശയോട് പറയുക, ദൈവം സർവശക്തനായ മോശയോട് ദൈവം പറയുക. ഇനി അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചാല് അതുവരെ ദൈവം എല്ലാവർക്കും വെളിപ്പെട്ട് പറഞ്ഞത് ഞാൻ ദൈവമാകുന്നു എന്ന് മാത്രമേ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതുവരെ ഞാൻ യഹോവയാകുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മോശയോട് പറഞ്ഞു, ഞാൻ യഹോവയാകുന്നു. എന്തുവാ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? സെൽഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ സ്വയംഭൂ ആയവൻ എന്ന് പറഞ്ഞ സ്വയമേ ആയിത്തീർന്നവൻ. ഇവിടെ അത് വെളിപ്പെടുത്തിയിട്ട് മോശയോട് ദൈവം പറയുക, നിന്റെ മുമ്പിൽ നിൽക്കുന്ന രാജാക്കന്മാർക്ക് നിനക്ക് പട്ടാളമില്ല, നിനക്ക്
കൂടെ നിൽക്കുവാൻ യോദ്ധാക്കളില്ല, നിനക്ക് കുതിരകളില്ല, നിനക്ക് രഥങ്ങളില്ല, നീ അഭ്യസിച്ചിട്ടില്ല, യുദ്ധം അഭ്യസിച്ചിട്ടില്ല. നീ ഇവരുടെ മുമ്പിൽ വെറും ഒരു ഇടയനായി നിൽക്കുമ്പോൾ ദൈവം ആ ഇടയനെ നോക്കി പറയുക, നിന്നെ ഞാൻ ഈ രാജാവിന് ദൈവമാക്കി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ മോശ ജനിച്ചതില്ല, വിമോചകനായിട്ടാണ് ജനിച്ചത്. ഫറവോനെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ച് കൊണ്ടുവരുവാനാ മോശ ജനിച്ചത്. അങ്ങനെയെങ്കിൽ നീ ജനിച്ചത് എന്തിനാണോ, എന്ത് കാരണത്തിന് വേണ്ടി, എന്ത് പ്ലാനിന് വേണ്ടി ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചോ, അതിന്റെ എല്ലാം മുമ്പിൽ നീ വെറും മനുഷ്യനല്ല, അതിന്റെ എല്ലാം മുമ്പിൽ നീ ദൈവമാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം omniscient എന്ന് പറഞ്ഞാൽ you are acting on behalf of God. നിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകൾ, നിന്റെ കരം ദൈവത്തിന്റെ കരം, നിന്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ കരം കൂടെയുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മോശ പറഞ്ഞ ദൈവം പറഞ്ഞ പോലെ, മോശ ഒന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ ഉള്ളൂ, അതിനകത്ത് പിന്നെ മാറ്റമില്ല. അതുകൊണ്ടാണ് മിരിയാമിനും അഹരോനും ഒക്കെ സംഭവിച്ചത്. അതാണ് മോശ പറഞ്ഞു, ദൈവം പറഞ്ഞു, ഞാൻ ഈ കാരണത്തിന് വേണ്ടി, ഇവർക്ക് വേണ്ടി, ഇവരുടെ മേൽ ഞാൻ നിന്നെ ദൈവമാക്കി വച്ചിരിക്കുന്നെങ്കിൽ നീ പറയുന്നത് എന്റെ വാക്കുകൾ, നീ ചെയ്യുന്നത് എന്റെ കരങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓർത്തു നോക്കിയോണം, എന്നെയും നിങ്ങളെയും ദൈവം ഒരു പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെയും ജനിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചത്, ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് പറിച്ചു നട്ടത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണെങ്കിൽ ആ പർപ്പസിനെല്ലാം ഞാനും നിങ്ങളും ദൈവമായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ വാക്കിനോട് കൂടെ, എന്റെ വാക്ക് ദൈവത്തിന്റെ വാക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഒരു കാര്യം ദൈവം ഏൽപ്പിച്ചെങ്കിൽ ആ കാര്യത്തിൽ നീ നിൽക്കുന്നവനെങ്കിൽ, ഹല്ലേലൂയ. ഈ വാക്ക് എപ്പോഴാണ് ദൈവം മോശയോട് പറഞ്ഞത്? ആടിനെ മേയിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ ആ പർപ്പസിലല്ല, അതിന്റെ പൂർത്തീകരണത്തിലായിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇപ്പൊ ഹി ഈസ് അബൌട്ട് ടു ഡെലിവർ ദം. അവരെ പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മോശയോട് പറയുക, ഇന്നു മുതൽ നീ കൽപ്പിക്കുന്നതെല്ലാം എന്റെ കൽപ്പനകൾ, നീ ചെയ്യുന്നതെല്ലാം എന്റെ കരങ്ങളിലൂടെയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം ഹി ഈസ് ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണ ഹിതത്തിലായിരിക്കുമ്പോൾ ശത്രുവിന്, പിശാചിന് നീ ദൈവമായി തീരും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നതെല്ലാം ദൈവം അപ്രൂവ് ചെയ്യുക. പിന്നെ മോശയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല, മണ്ടത്തരങ്ങൾ ഒത്തിരി പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനെ പോലും ദൈവം അപ്രൂവ് ചെയ്തു വിടുക. കാരണം എന്താണെന്നറിയാമോ? അവന്റെ പർപ്പസ് അതാണ്. ഹല്ലേലൂയ. അവനെ കൊണ്ട് ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചത് അതാണ്. ഇന്ന് മുതൽക്കാലം ഞാൻ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ വിഷയത്തിലും അവസാന വാക്ക് നിങ്ങളുടേതാണ്. അത് എത്ര പേർക്ക് മനസ്സിലാവാൻ, പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അവസാന വാക്ക് നിങ്ങളാണ്. കാരണം ദൈവം നിങ്ങളുടെ പേര് അതോറിറ്റി പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ കേട്ടില്ല, പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ ഹല്ലേലൂയ കാര്യമില്ല. എവിടെ പോകണമെന്നറിയാമോ? ദൈവസന്നിധിയിലേക്ക് മടങ്ങി പോകണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ സാന്നിധ്യത്തെ ടാപ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഈ വാക്കുകൾ പ്രഖ്യാപിക്കണം. നീ ദൈവസാന്നിധ്യത്തിൽ ടാപ്പ് ചെയ്ത് ഇരുന്നിട്ട് ദൈവസാന്നിധ്യം ഇരുന്ന് പ്രഖ്യാപിക്കുന്ന എല്ലാ വാക്കുകളും ദൈവം അങ്ങനെ തന്നെ അങ്ങ് ചെയ്യും. ഹല്ലേലൂയ. കാരണം നിന്നെ ഏൽപ്പിച്ചത് കുഞ്ഞുങ്ങളെ നോക്കാനാണെങ്കിൽ നിന്റെ വാക്കുകൾ ദൈവം അംഗീകരിക്കും, നിന്റെ പ്രാർത്ഥനകൾ ദൈവം അംഗീകരിക്കും. നീ അവരെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മർമ്മം. പ്രൈസ് ദി ലോർഡ്. ഇത് ടീനേജ് കഴിഞ്ഞ പിള്ളേർക്കുള്ള പിള്ളേരുള്ള അപ്പന്മാർക്കും അമ്മമാർക്കും ഉള്ളതാ. ഹല്ലേലൂയ. ടീനേജ് കഴിഞ്ഞ പിന്നെ അവരാരും ഈ അപ്പന്മാർ പറയുന്ന അവർക്ക് ഇറിറ്റേഷൻ ആണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. നേരെ മറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നേരെ പോയി മുട്ടുകുത്തുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. ടാപ്പ് ഇൻടു ഹിസ് പ്രസൻസ്. ഹല്ലേലൂയ. എന്നിട്ട് അവരെ നോക്കിയിട്ട് അവരുടെ പേരുകൾ പറഞ്ഞിട്ട് അവർ വിളിച്ചു പറയുക, ദൈവത്തിനെ ഉപയോഗിക്കും, ദൈവത്തിനെ അനുഗ്രഹിക്കും, ദൈവത്തിനെ വിടുവിക്കും, ദൈവത്തിനെ ഉപയോഗിക്കുമെന്ന് വിളിച്ചു നോക്ക്. ഹല്ലേലൂയ. ചില നാളുകൾ കഴിയുമ്പോൾ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നിന്നെ ദൈവമാക്കി വെച്ചതുകൊണ്ട് നീ അതിന്മേൽ ജയം പ്രാപിക്കും. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് മോശയുടെ മുമ്പിൽ പ്രകൃതി പോലും കീഴടങ്ങിയത്. പർപ്പസിന് വേണ്ടി
അവൻ എന്തിനോട് കൽപ്പിച്ചാലും നീയൊക്കെ അവനോട് ഇടപെട്ടത് ഇതാണ്. ഹല്ലേലൂയ. നിന്നെ ഞാൻ ജനിപ്പിച്ചു, നിന്നെ ഞാൻ വളർത്തി, നിന്നെ ഞാൻ അഭിഷേകം ചെയ്ത് നിർത്തിയത് ഒരു പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നീ അതിനെല്ലാം ദൈവമായിരിക്കും. നിന്റെ വാക്കായിരിക്കും അവസാന വാക്ക്. കാരണം എന്നെ ദൈവം അഭിഷേകം ചെയ്ത് ആ അഭിഷേകത്തിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കരങ്ങളിലൂടെ ഞാൻ പ്രവർത്തിക്കും. ഇതെല്ലാം പോളതാ. ഹല്ലേലൂയ. നിന്നെ ദൈവം, നിങ്ങളെ ദൈവം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ആക്കി വെച്ചെങ്കിൽ, ദൈവം നിങ്ങളെ നിയോഗിച്ചെങ്കിൽ, എന്റെ വാക്ക് പ്രത്യേകം പറയുക, ദൈവം നിങ്ങളെ നിയോഗിച്ചെങ്കിൽ, കേറിപ്പോയി എടുത്തതല്ല, പിടിച്ചു വരച്ചു വാങ്ങിയതല്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ നിയോഗിച്ചെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്ന സകലതിനും നീ ദൈവമായിരിക്കും. ഹല്ലേലൂയ. നിന്റെ വാക്കാണ് അവസാന വാക്ക്, നിന്റെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് അനുസരണക്കേട് കാണിച്ച് പാറയെ അടിച്ചിട്ട് പോലും പാറയിൽ നിന്ന് വെള്ളം വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് അനുസരണക്കേടല്ല മോശ ചെയ്തത്. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിക്കുമ്പോൾ അതിന് പരിഹാരവും അതിനുള്ള പണിഷ്മെന്റും ഒക്കെ പിന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഹല്ലേലൂയ നിന്റെ വാക്കുകളെ ദൈവം മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ അത് രണ്ട് ഡിസ്റ്റിങ്ഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അഭിഷക്തനാന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റുകൾ വരത്തില്ലെന്നല്ല, അഭിഷക്തന്മാർക്ക് തെറ്റുകൾ വരും. ഹല്ലേലൂയ. പക്ഷെ അവരെ തിരുത്തുന്നത് ദൈവമാ. ഹല്ലേലൂയ. അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത് ദൈവമാ. ഹല്ലേലൂയ. അവരെ പണി ചെയ്യാൻ പോയവരെല്ലാം ദൈവം പണി ചെയ്യും. ഇന്ന് പോൽക്കാലം അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചേഞ്ച് ആകട്ടെ. When you pray, search him, find him, then you pray. അവനെ കണ്ടുമുട്ടിയ ശേഷം കണ്ടുമുട്ടിയ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളെല്ലാം ജൽപ്പനങ്ങളായി മാറുന്നു. അത് കണ്ടുകിട്ടുവാൻ പല പോർട്ടൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, കോളേജിൽ പഠിക്കുന്നവർക്കറിയാം, ഓരോ പോർട്ടലിലൂടെ നിങ്ങൾ ഓരോ സെഗ്മെന്റിൽ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ചില പോർട്ടലുകൾ ദൈവം തുറന്നു. ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും, ഒരു പാട്ടിന്റെ അടി അയ്യോ, അത് ചില ദിവസങ്ങളിൽ ചില പാട്ടിന്റെ ചില ചെറിയ ചരണങ്ങൾ അല്ലെങ്കിൽ എന്നെ ദൈവസാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം ഹല്ലേലൂയ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ മെക്സിക്കോ മിനിസ്ട്രി കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഞങ്ങളുടെ ലിവിംഗ് റൂമിലെ കൗച്ചയിൽ ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. അന്ന് പോയിട്ട് വന്ന് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ വിടുതലുകൾ നടന്ന് അതിന്റെ സന്തോഷത്തിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഞാൻ കിം വാക്കർ ഇട്ട് പാടിയ പാട്ട് ഹോളി 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 എന്നുള്ള പാട്ട് പാടി ഇങ്ങനെ ഹോളി ഹോളി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അറിയാതെ ആ റൂമിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് കണ്ട് ഇറങ്ങി വന്ന അനു എന്റെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. എല്ലാവരും പുറത്തു നോക്കുമ്പോ എല്ലാവരും വിചാരിക്കും ഇതെല്ലാം വട്ടുപിടിച്ചു, എല്ലാത്തിനും കുടുംബമായിട്ട് വട്ടാതെയായിരിക്കും. പക്ഷെങ്കിൽ ഞങ്ങൾ ഇരുന്ന് കരഞ്ഞത് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പോലും ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം നിങ്ങൾ ഒരിക്കൽ അനുഭവിച്ചാൽ, അതിന്റെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ, പിന്നെ ഒരിക്കലും സാധാരണ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ഒരിക്കലെങ്കിലും ഈ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിപ്പാൻ ഇതുപോലെ കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ചില ദിവസം ഉപവസിക്കേണ്ടി വരും, ചിലപ്പോൾ ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴല്ലോ ഹല്ലേലൂയ നാം നീതി എന്ന് കണ്ട ഫലവും ദൈവസന്നിധി ഇരിക്കുമ്പോ ആ നീതിയായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇത് പറ്റിയിട്ടുണ്ട്. അത് ഞാൻ നീതിയായി കണക്കിട്ടത് ദൈവസാന്നിധ്യം ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നീതിയല്ലല്ലോ, ഇത് അനീതിയാണല്ലോ. ഇതാണ് ദൈവസാന്നിധ്യത്തിന്റെ മേന്മ. അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ ടാപ്പ് ചെയ്യാൻ പറ്റൂ. ഇത് വൽക്കാലം ഈ ദൈവസാന്നിധ്യത്തിലേക്ക് ഇത് ടാപ്പ് ചെയ്യുന്ന പ്രാർത്ഥനകളായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എഴുന്നേറ്റ് നാം. ഹല്ലേലൂയ. ഇത് വൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ നിങ്ങളോട് പകർന്നു തന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് വൽക്കാലം ഹല്ലേലൂയ ആരെങ്കിലും കർത്താവിനെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് വൽക്കാലം ഐ വാണ്ട് യു ടു സെർച്ച് ആൻഡ് ഫൈൻഡ് ഹിം ഫസ്റ്റ് ബിഫോർ യു പ്രേ. ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അതിന് പക്ഷെ സമയമെടുക്കണം. ഉപവസിക്കണമായിരിക്കാം, ഇരിക്കണമായിരിക്കാം, അല്പസമയം പാട്ട് പാടണമായിരിക്കാം, വചനം ധ്യാനിക്കണമായിരിക്കാം. പക്ഷേ എന്നാലും വേണ്ടില്ല, ഈ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കണം. I want to tap into that presence. ദൈവ സാന്നിധ്യം ഹല്ലേലൂയ നിന്റെ DNA വരെ ചേഞ്ച് ചെയ്യും. മോശയുടെ DNA വരെ ചേഞ്ച് ചെയ്തു. ലോകത്തിന് സൗഖ്യം വരുന്നത് ഈ പ്രാർത്ഥനകളിലൂടെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരും കൈവെക്കുമ്പോഴൊന്നുമല്ല സൗഖ്യം വരുന്നത്, ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് സൗഖ്യം വരുന്നത്. ഇന്ന് ഒരു കാലം
ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ ഹല്ലേലൂയ സ്വാവകാശമുണ്ട്. എല്ലാവർക്കും ഒരു അവകാശം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വചന പ്രകാരം പറയുന്നു, പത്രോസ് പറയുക, നിങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. Praise the Lord. Hallelujah. പഴയ നിയമത്തിൽ മാത്രമല്ല മോശയെ ദൈവമാക്കിയത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പറയുക, നീ രാജാക്കന്മാർക്ക് രാജാക്ക. ഹല്ലേലൂയ. നിനക്ക് ഹല്ലേലൂയ അധികം കാര്യങ്ങളൊന്നും വേണ്ട, നിന്റെ പ്രാർത്ഥന മാത്രം മതി. തൽക്കാലം കർത്താവേ എന്റെ നാവിനെ ഒന്ന് തൊടണേ. Help me to speak right.